പ്രിയമുള്ളവരെ, മാർത്തോമാ ശ്ലീഹ കർത്താവിൻ്റെ ശിഷ്യൻ, പലരും സംശയാലു എന്ന് മുദ്രകുത്തിയിട്ടുള്ള ആ ശിഷ്യൻ, അവന് മറ്റുള്ളവരെക്കാൾ വളരെ സവിശേഷമായൊരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണെന്നറിയുമോ? ഉയർത്തെഴുന്നേറ്റവനായ കർത്താവിനെ നോക്കി, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് ആത്മാവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞവനാണ്. രണ്ട് വാക്കേ ഉള്ളൂ. പക്ഷേ ഈ 2 വാക്കുകൾ ആധ്യാത്മിക ലോകത്തെ മറിച്ചു കളഞ്ഞു. കാരണം എന്തെന്നറിയുമോ? കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം എന്ന് പറഞ്ഞ തൻ്റെ നാഥനെ അപ്രകാരം തന്നെ ആരാധിച്ച ആ ആരാധനയുടെ ആപ്തവാക്യമാണിത്. എന്താണ് ആരാധന? എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയും ആരാധനയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പൗരസ്ത്യ ദർശനത്തിൽ ആരാധനയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ കൂടി ആരാധനയിലേക്ക് നമ്മൾ എത്തിപ്പെടണം. ആരാധനയിൽ ഒരു താല്പര്യങ്ങളുമില്ല. ആനന്ദം, സന്തോഷം, സമാധാനം, ഇത് 3മേ ഉള്ളൂ. ഒന്നും അവിടെ നേടിയെടുക്കാനില്ല. എന്നാൽ പ്രാർത്ഥനയിൽ അതല്ല. നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുകയാണ്. അത് വേണ്ടെന്നല്ല, വേണം. പക്ഷേ ഒരു ആധ്യാത്മികതയുടെ ഒരു പടി ഉയർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആവശ്യങ്ങളില്ല. അപ്പൻ്റെ മടിയിൽ കയറി ചുമ്മാ ഇരുന്നാൽ മതി. അവിടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടുകൊള്ളും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റനായ കർത്താവിനെ കണ്ടപ്പോൾ മാർത്തോമാ ശ്ലീഹായ്ക്ക് ആദ്യം ജനറേറ്റ് ചെയ്യപ്പെട്ട എനർജി എന്ന് പറയുന്നത് ആരാധനയുടേതാണ്. അല്ലാതെ എൻ്റെ സംശയം മാറ്റിത്തരണേന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശാരീരികമോ മാനസികമായ ഒരു ആവശ്യങ്ങളുമില്ല. അവനവിടെ ലയിച്ചുപോയി. അവിടെ എല്ലാം മറന്നുപോയി. പിന്നെ അവനില്ല, തൻ്റെ നാഥൻ മാത്രമേ ഉള്ളൂ. അവനിലേക്ക് അമർന്നു, ലയിച്ചു. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ മാർത്തോമാ ശ്ലീഹായ്ക്ക് നമ്മളുടെ മനസ്സിൽ ഇത്രയും വലിയൊരു സ്ഥാനം. ഇന്ത്യയിൽ സുവിശേഷം ഘോഷിച്ച ആ അപ്പോസ്തലനെ ധ്യാനിച്ചുകൊണ്ട് ഭാരതം കതിരു കണ്ടു, ഭൂമുഖം തെളിവു കണ്ടു, മാർത്തോമാ നീ തെളിച്ച മാർഗത്തിൽ ആയിരങ്ങൾ ആനന്ദ ശാന്തി കണ്ടു. ഈ പാട്ട് നമുക്ക് ശ്രവിക്കാം.
പ്രിയമുള്ളവരെ, ദൈവം വെളിച്ചമാണ്. യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിൽ അത് വ്യക്തമായി സാക്ഷീകരിക്കുന്നുണ്ട്. വെളിച്ചത്തിൽ നിന്നുമാണ് പ്രകാശമുണ്ടാവുന്നത്. ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ആധ്യാത്മിക മർമ്മമുണ്ട്. എന്താണ് വെളിച്ചവും പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ ഒരിക്കലും ദൈവം പ്രകാശമാകുന്നു എന്ന് പറയാറില്ല. ദൈവം വെളിച്ചമാകുന്നു എന്നാണ് പറയാറ്. ഇത് തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. പ്രകാശത്തിൽ അല്പം അന്ധകാരം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 100 ബൾബ് വോൾട്ടുള്ള ഒരു വെളിച്ചത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു പ്രകാശവലയത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ ആ ബൾബ് 500 വോൾട്ട് ആക്കി നോക്കിക്കേ, എന്താണ് സംഭവിക്കുക? അവിടെ പ്രകാശം വർദ്ധിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 100 വോൾട്ട് ബൾബ് കത്തി നിന്നിരുന്ന സമയത്ത് അവിടെ ഒരു അന്ധകാരം ഉണ്ടായിരുന്നു എന്നല്ലേ? ഫിസിക്സ് അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. There is no darkness. It's only absence of light. പ്രകാശത്തിൽ പ്രകാശക്കുറവും കൂടുതലുമുണ്ട്. എന്നാൽ വെളിച്ചം അത് അതിൽ തന്നെ പൂർണ്ണമാണ്.
അഗ്നി. അഗ്നിയിൽ ആ അന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന പ്രതിഭാസം, അതിൻ്റെ ഉള്ളിൽ പൂർണ്ണതയാണ്. അതിനെ ശുദ്ധീകരിക്കുവാനേ അറിയത്തുള്ളൂ. അഗ്നിയെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ദൈവം വെളിച്ചമാകുന്നു എന്ന് പറയുന്നത്. ദൈവം പരിശുദ്ധനാകുന്നു എന്ന് പറയുമ്പോൾ താൻ ആരാലും പരിശുദ്ധമാക്കപ്പെടുകയല്ല ചെയ്യുന്നത്. ദൈവമേ പരിശുദ്ധമാകുന്നു, ശുദ്ധതയുടെ പൂർണ്ണതയാകുന്നു, സർവത്തിൻ്റെയും പൂർണ്ണതയാണ് അവൻ. നീതി സൂര്യനാകുന്ന യേശുവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ സൂര്യൻ വെളിച്ചമാകുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടിയാണ്. സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ കിരണങ്ങളുടെ ഭാഗമാണ് നമ്മൾ. നമ്മളിൽ അന്ധകാരം കയറിയേക്കാം, പക്ഷേ ആ വെളിച്ചത്തിൽ അന്ധകാരം നീങ്ങിപ്പോകുവാൻ സാധിക്കും. കാരണം വെളിച്ചത്തിൻ്റെ വോൾട്ടേജ് നമ്മുടെ ഉള്ളിൽ കൂട്ടിയാൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട. നീതി സൂര്യനെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ഏകാന്തതയിലിരിക്കുന്ന സമയത്ത് മനസ്സിൽ കൂടി പരിശുദ്ധാത്മാവ് ചില വരികൾ തരുന്നത് പോലെ തോന്നി. ഞാനൊരു എഴുത്തുകാരനല്ല, പക്ഷേ അന്നെന്തോ കുറച്ച് വരികൾ എഴുതി, അത് ഈണമായിട്ട് ചിട്ടപ്പെടുത്തി അതൊരു ഗീതമായിട്ട് അവതരിപ്പിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. ധ്യാനാത്മകതയോടെ നമുക്ക് ശ്രവിക്കാം. നീതി സൂര്യനെ, കനിവിൻ്റെ നാദമേ. You